പ്രിയമുള്ള രക്ഷിതാക്കളെ, നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ് ഈ പറയുന്നത് എന്ന് നിങ്ങളൊന്ന് ശരിക്കും വിലയിരുത്തി നിങ്ങളൊന്ന് ചിന്തിക്കുക. ഞാൻ പറയാൻ പോകുന്ന ആദ്യത്തെ കാര്യം, നിങ്ങൾക്ക് ഒന്നോ രണ്ടോ കുട്ടികളുണ്ടാകും. അപൂർവം ആയിട്ട് 3 കുട്ടികളുണ്ടാവും. പക്ഷെ ഞാൻ പറയാൻ വന്ന കാര്യം അതല്ല. നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ പൊന്നോമനകളാണ്. നിങ്ങളുടെ പൊന്നോമനകളായിരിക്കുന്ന നിങ്ങളുടെ കുട്ടികൾക്ക് പല ആക്ടിവിറ്റീസുകളും ഉണ്ടാവും. വാഹനം ഓടിക്കുന്നുണ്ടാകാം, അതേപോലെ തന്നെ മതിൽമ കയറലുണ്ടാവാം, മരത്തുമ്മ കയറലുണ്ടാകാം, അതേപോലെ തന്നെ സ്കേറ്റിംഗ് മത്സരങ്ങൾ ഉണ്ടാവാം, നമ്മളെ ഓട്ടം, ചാട്ടം, ഷോട്ട് പുട്ട്, ഫുട്ബോൾ കളി, ക്രിക്കറ്റ്, ഇങ്ങനെയുള്ള ഒരുപാട് ആക്ടിവിറ്റീസിൽ നിങ്ങളുടെ മക്കള് പങ്കാളികളാവുന്നുണ്ട്. ഇങ്ങനെ ഈ മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന സമയത്തോ അതേപോലെ തന്നെ സ്കൂളിലും കോളേജിലൊക്കെ എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ സ്ഥിരം യാത്ര ചെയ്യുന്ന സമയത്തോ പല രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടാവാനായിട്ട് ചാൻസുകൾ വളരെ കൂടുതലുണ്ട്. ഇങ്ങനെ ചാൻസുകൾ കൂടുമ്പോൾ നമ്മളുടെ കയ്യിൽ എന്താണുള്ളത്? നമ്മൾക്ക് അവർക്കുള്ള സ്കൂൾ ഫീസ്, അതേപോലെ തന്നെ ബസ് ഫീസ്, അവരുടെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ശ്രദ്ധാപൂർവം നമ്മുടെ ജോലിയിലെ ലാഭവിഹിതത്തിൽ നിന്നും നമ്മൾ കഴിച്ചില്ലെങ്കിലും അവരെ ഊട്ടി നമ്മളെല്ലാ രീതിയിലും നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് എല്ലാ സൗകര്യവും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സിറ്റുവേഷനിൽ അവർക്ക് ഒരു അപകടം വരാണ്. എക്സാമ്പിൾ പറയാം, ഫുട്ബോൾ കളിക്കാൻ പോയ നിങ്ങളുടെ കുട്ടി പെട്ടെന്ന് ലിഗമെന്റ് പൊട്ടിയിട്ട് ശരിക്കും പറഞ്ഞ ഒരു ആക്സിഡന്റ് ആയി. നേരെ നിങ്ങൾക്കൊരു ഫോൺ വരാണ്, നിങ്ങളുടെ കുട്ടി ലിഗ്മെന്റ് തെറ്റിയിട്ട് കംപ്ലൈന്റ് ആയിട്ടെന്ന് പറഞ്ഞെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിഷൻ ആയേക്കാണ്, ആസ്റ്റർ മെഡിസിറ്റിയിലേക്കാണ് പെട്ടെന്ന് കൊണ്ടുപോയേക്കുന്നത് എന്ന് പറയാണ്. നിങ്ങൾ പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഒരു ആദ്യം വരും. ആ സമയത്ത് നമ്മൾ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കുട്ടിക്ക് ഏറ്റവും നല്ല ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ കുഴപ്പമില്ല, ഒന്നല്ലെങ്കിൽ ഏറ്റവും നല്ല ആശുപത്രി തന്നെ കൊണ്ടുപോകും. പക്ഷെ അവിടെ പ്രശ്നം തീർന്നില്ല. ഒരു ലിഗ്മെന്റ് സർജറി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് മിനിമം ഒരു 2 ലക്ഷം രൂപ തൊട്ട് 3 ലക്ഷം രൂപ വരെ മിനിമം വരും. ഈ 3 ലക്ഷം രൂപയോളം നിങ്ങളുടെ കയ്യിൽ നിന്ന് പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമോ? നിങ്ങൾക്കൊരു 10,000 രൂപ മാറ്റി വയ്ക്കാനില്ലാത്ത സാഹചര്യത്തിലായിരിക്കും ഇതേപോലുള്ള ഒരു ആക്സിഡന്റ് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വരുന്നത്, നിങ്ങളുടെ കുട്ടികൾക്ക് വരുന്നത്. നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ നിങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെന്നെങ്കിലും പൈസ കടം വാങ്ങിക്കുകയോ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയോ ബാക്കി എന്തെങ്കിലും ഓർണമെന്റ്സ് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പ്ലെഡ്ജ് ചെയ്തിട്ട് നിങ്ങൾ ആ ഫണ്ട് നിങ്ങളെന്ന് പറഞ്ഞെങ്കിൽ സ്വരൂപിച്ച് നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി കൊടുക്കും. മനസ്സിലാവണ്ടോ? അങ്ങനെ ഇതെല്ലാം ചെയ്ത് കുട്ടിക്ക് റെഡി ആയി കഴിഞ്ഞാലും ഒരു 5-6 മാസം ആവുമ്പോഴത്തേക്കും കൊച്ചിൻ്റെ ഇത് മാറിക്കഴിഞ്ഞാലും അവൻ വീണ്ടും ഫുട്ബോൾ കളിക്കാനായിട്ട് പോകും. അതേപോലെ തന്നെ അവൻ വീണ്ടും ക്രിക്കറ്റ് കളിക്കാൻ പോകും. അവൻ വീണ്ടും പല ആക്ടിവിറ്റീസിലും അവനെന്നുണ്ടെങ്കിൽ പോയേ പറ്റൂ. കാരണം അവന്റെ പ്രായം അതാണ്. നിങ്ങൾക്ക് ഒരു കാരണവശാലും നിയന്ത്രിക്കാനായിട്ട് സാധിക്കില്ല. അതേപോലെ ഒരുപാട് സംഭവങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ തന്നെ പല ആളുകൾക്കും ഇതേപോലെ ഇൻഷുറൻസ് കൊടുത്തിട്ട് അവർക്ക് ഇതേപോലുള്ള പല ആക്സിഡന്റുകൾ വന്നിട്ട് ആശുപത്രിയിൽ പോയിട്ട് അവർ ട്രീറ്റ്മെന്റ് ചെയ്യും. അവർക്ക് എല്ലാ രീതിയിലുള്ള മറ്റേ സർജറിയും കാര്യങ്ങളെല്ലാം അവർക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ അവരുടെ ഒരു സന്തോഷം ഉണ്ടല്ലോ, സ്ഥിതിക്ക് അത് കിട്ടി, ഭയങ്കര സന്തോഷമായി, ഹാപ്പിയായി എന്നുള്ള രീതിയിൽ അവർ പറയുന്ന ആ ഒരു സന്തോഷം നമ്മൾ ഇതേപോലുള്ള വീഡിയോസും അതേപോലുള്ള കാര്യങ്ങൾ അവരുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് സാധാരണഗതിയിൽ ഒരു വ്യക്തി ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കുള്ളൂ. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നാളെ ഒരിക്കലുള്ള അവർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെൻഷൻ ഇല്ലാതെ ജീവിക്കാം എന്ന് പറഞ്ഞാൽ ചുമ്മാ പറയണതല്ല. നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിലോ ആർക്കെങ്കിലും ഇതേപോലെ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്താണ് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ ഇൻഷുറൻസിന്റെ ബെനിഫിറ്റ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇൻഷുറൻസ് ഇല്ലാത്ത ആളുകൾ ഈ വീഡിയോ കാണുക. നിർബന്ധമായിട്ടും നിങ്ങളൊരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്തു വയ്ക്കുക. ഓക്കെ.